ഇപ്പൊ എവിടെ താമസം? ഒരാഴ്ചയായി ടി വിയിലാ. ഒരു വീട് ശരിയായിട്ടുണ്ട്. ഫർണിഷിംഗ് നടക്കുന്നു. വലിയ വാടകയാവില്ലേ അവിടെയൊക്കെ? ആയാലെന്താ, പാർട്ടി കൊടുക്കില്ലേ? ഇത് ഇത്രയോട് ഒഴിക്കും. ഇഷ്ടായോ ഇവളുടെ പാചക? അസലായിരിക്കുന്നു. ഇവളുടെ കാര്യമല്ലേ മുമ്പൊരിക്കൽ എന്നോട് സൂചിപ്പിച്ചത്, നമ്മുടെ കളക്ടർക്ക്? അത് നടക്കാണ്ടിരുന്നു നന്നായി. ഇപ്പൊ ആ പെണ്ണ് നരയിക്കുകയാണത്രേ. നമുക്ക് പറ്റിയൊരു ബന്ധം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. പറ്റിയ ഒരാളുണ്ട്. ആരാ? നമ്മുടെ ഒരു പയ്യന്. പറയാം. മന്ത്രി ഉദ്ദേശിക്കുന്നത്? തനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയൂ. പയ്യനെ പറ്റി എനിക്ക് അത്ര പ്രതീക്ഷയുണ്ട്. അസംബ്ലി സീറ്റിന്റെ കാര്യം മന്ത്രി കാര്യമായിട്ട് പറഞ്ഞതാ? ഞാൻ അധികം തമാശ പറയില്ലെന്ന് തനിക്ക് അറിഞ്ഞൂടെ? വടക്കൻ മേഖലയിൽ ഒരു സീറ്റ് നമുക്ക് വേണം. കഴിഞ്ഞ തവണ സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ ഞാനത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എടുത്തു പറയാവുന്ന ഒരാളെ കിട്ടണ്ടേ? അടുത്ത തവണ നമുക്കത് കിട്ടണം. എന്താ, കിട്ടില്ലേ സുധാകരൻ നായരെ? പരിശ്രമിക്കാം. എന്ന് പറഞ്ഞാ പോരാ, എവിടെയും ചെന്ന് ഇടിച്ചു കയറണം. ഘടകകക്ഷികൾക്കും തന്നെ ഇംപ്രസ് ചെയ്യണം. അവര് പരാജയപ്പെട്ട് നിൽക്കുന്നിടത്ത് തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ്. വലിയ കക്ഷികൾക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മളെങ്ങനെ പറ്റും? ഉദാഹരണത്തിന് ബേപ്പൂര്. അവിടെ വലിയ കക്ഷികളുടെ ട്രേഡ് യൂണിയനുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ അവിടെ ഉണ്ടായിരിക്കുന്നു. ഒരു സ്ത്രീയാണ് നേതാവ്. അടുത്ത ഇലക്ഷന് ഒരു കക്ഷിയും അവിടെ പച്ച തൊടില്ല. ആ സ്ത്രീ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇടിച്ചു കയറണം, ആധിപത്യം സ്ഥാപിക്കണം. ആരുമില്ലേ ഇവിടെ? കണ്ണൂടെ ഭവതി ആരാണാവോ? താര. രാധമ്മ താരയുടെ അമ്മയാണോ? നിങ്ങൾ അമ്മേനെ കാണാൻ വന്നതാ? ഉം. ഇരിക്കും, ഞാൻ അമ്മേനോട് പറയാം. എവിടെ നിന്ന് വരുന്നു? കോഴിക്കോട്ട് നിന്ന്. പേര് അമ്പാട്ട് സുധാകരൻ നായർ. കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടപ്പോ ഒരു 40 വയസ്സാണ് കരുതിയത്. നിങ്ങൾ വളരെ ചെറുപ്പമാണ്. സ്ത്രീകളെ പുകഴ്ത്താൻ അറിയാലോ. ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് കരുതി. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു യൂണിറ്റ് ഇവിടെ സംഘടിപ്പിക്കണമെന്നുണ്ട്. അന്വേഷിച്ചപ്പോ നിങ്ങളാണ് ഈ ദേശക്കാരുടെ ജീവിച്ചിരിക്കുന്ന ദൈവം എന്നറിയാൻ കഴിഞ്ഞു. പരിഹസിക്കുകയാണെന്നറിയാം. യൂണിയൻ ആരംഭിക്കാൻ എന്റെ സമ്മതമോ പിന്തുണയോ ആവശ്യമില്ലല്ലോ. ട്രേഡ് യൂണിയനുകളെ തുരങ്കം വെക്കുകയാണ് നിങ്ങളുടെ ഹോബി അല്ലേ? അതെ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഏതാണ്ട് 10ഓളം ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിച്ചിരുന്നു. ഇന്നൊന്നും ബാക്കിയില്ല. ഉള്ളത് ഞങ്ങളുടെ യൂണിയൻ മാത്രമാണ്. ഏകാധിപതിയെ പോലെ നിങ്ങൾ അവരെ നയിക്കുന്നു. അതെ. അവരുടെ പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരാൻ മറ്റാരെയും അനുവദിക്കുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കവർ തരുന്നത് പണമല്ല, ആഹാരവും സംരക്ഷണവുമാണ്. അധികകാലം ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? കേവലം 2 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണിത്. ബേപ്പൂർ കടപ്പുറത്ത് മാത്രമല്ല, ഇത് വ്യാപിക്കുകയാണ്. നിങ്ങളുടെ കൊടികൾ ഇവിടെ പാറുമെന്ന് തോന്നുന്നില്ല മിസ്റ്റർ അമ്പാട്ട് സുധാകരൻ നായർ. ചായ തരാൻ മറന്നു. ഇപ്പൊ വേണ്ട, ഞാൻ ഇനിയും വരും. അങ്കിൾ